മുൻ ഡിജിപി ഓം പ്രകാശ് ബംഗളൂരുവിലെ വീട്ടിൽ കുത്തേറ്റ് മരിച്ചത് കുടുംബ വഴക്കിനെ തുടർന്നെന്ന് സൂചന. കൊല നടത്തിയെന്ന് സംശയിക്കുന്ന ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഓം പ്രകാശിന്റെ ഭാര്യ കുടുംബസുഹൃത്തായ IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ചാണ് താൻ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിലെ HSR ലേഔട്ടിലെ വീട്ടിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത ഓം പ്രകാശിനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സ്വത്ത് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായിരുന്നതായി സംശയമുണ്ട്. ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെയും കൊലപാതകം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്ന മകളെയും ചോദ്യം ചെയ്യുകയാണ്. മകനിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. Every single aspect that will be ensured to be looked into, and then only will be in a position to tell exactly what exactly happened. It seems that some sharp weapon has been used because there is a lot of blood loss, because of which that it seems the death has happened. ഓം പ്രകാശ് തന്നെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചതായി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 5 ദിവസം മുൻപ് പല്ലവി പറഞ്ഞിരുന്നു. ബീഹാർ ചമ്പാരൻ സ്വദേശിയായ ഓം പ്രകാശ് കർണാടക കേഡർ 1981 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. 2015 മുതൽ 2017 വിരമിക്കും വരെ കർണാടക DGP ആയിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സ്വത്ത് തർക്കമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ സമയത്ത് ഈ കൊലപാതക സമയത്ത് മറ്റാരോ കൂടി അവിടെ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളുണ്ട്. ഈ സമയത്ത് ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വത്ത് സംബന്ധമായ തർക്കമാണോ എന്ന സംശയമായിരുന്നെങ്കിൽ ഇപ്പോൾ അതേറെക്കുറെ ഉറപ്പിക്കുകയാണ് പോലീസ്. ഈ ഓം പ്രകാശിന്റെ സ്വത്തുക്കളിൽ ഒരു ഭാഗം ഓം പ്രകാശ് തന്റെ ബന്ധുക്കൾക്ക് എഴുതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ കഴിഞ്ഞ രാത്രിയിൽ വഴക്കുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിപ്പോൾ ഭാര്യയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കുന്നതും. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ ഭാര്യ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരോട് പറഞ്ഞിരുന്നത് ഈ ഓം പ്രകാശ് തന്നെ കത്തി കാണിച്ചും മറ്റും ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓം പ്രകാശിന്റെ ഭാര്യ മൊഴി പറഞ്ഞിരുന്നു. അതിൽ കൂടി കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. നേരത്തെ ഈ ഓം പ്രകാശ് തന്നെ കത്തി കാണിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു, ഒപ്പം തോക്ക് ചൂണ്ടിയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുകൂടി ഭാര്യ പല്ലവി മൊഴി നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു, അതോ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വത്ത് സംബന്ധമായ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു വഴക്ക് അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചതാണോ? ഇക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ആഴത്തിലുള്ള നിരവധി മുറിവുകൾ ഓം പ്രകാശിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നെഞ്ചിലും വയറിലുമായി ആഴത്തിലുള്ള നിരവധി മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും രക്തം വാർന്ന് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയതും. ഒപ്പം തന്നെ ഈ കൊലപാതക സമയത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മറ്റൊരു ബന്ധു കൂടി വീട്ടിൽ ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചു എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ബന്ധു ഇനി ആരാണ്? അത് ഈ ഭാര്യയുടെ മറ്റോ ബന്ധുവാണോ, അതോ ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യുകയാണ്. ഓം പ്രകാശിന്റെ മകന്റെ പരാതിയിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.